തെരഞ്ഞെടുപ്പില് UDF തീർച്ചയായും ഞാൻ 100 സീറ്റോടെ അധികാരത്തിൽ വരും. വട്ടിയൂർക്കാവിൽ വിജയിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ഹൈക്കമാൻഡിലെ പ്രതിനിധിയായിട്ടുള്ള KC വേണുഗോപാൽ ഒരു പ്രസ്താവന നടത്തി, താങ്കൾ മന്ത്രിയാവും എന്ന്, ട്രഷറി ബെഞ്ചിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതല ഉണ്ടാകുമെന്ന്. നേരത്തെ വൈദ്യുതിയുടെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. കേരളത്തിൽ, ഞാൻ മന്ത്രി സ്ഥാനം വെച്ചിട്ടല്ല, കേരളത്തിൽ ഇനിയുള്ള കാലത്ത് ഏത് മേഖലയിലാണ് താങ്കളുടെ സേവനം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അതായത് ഒന്ന്, ഈ നമ്മുടെ കേരളത്തിൽ UDF ഭാവിയിൽ ഏറ്റെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ 2 വകുപ്പുകളാണ്. ഒന്ന് ആഭ്യന്തരം, 2 ആരോഗ്യം. ഇപ്പോൾ ആഭ്യന്തരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ക്രിമിനൽ സംഘങ്ങൾ, ഒരു ഉത്തരേന്ത്യൻ ശൈലിയിൽ കേരളം മാറുകയാണ്. പോലീസുകാരും നോക്കി നിൽക്കുകയാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ അനങ്ങുന്നില്ല. പോലീസിന് ഒരു കാര്യക്ഷമമായിട്ട് ജോലി ചെയ്താൽ സസ്പെൻഷനാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ മൊത്തം അസ്വസ്ഥതയാണ്. ഇനി വന്നാൽ ഇത് നേരെയാക്കി എടുക്കുക പ്രയാസമുള്ള കാര്യമാണ്. അത്ര പെട്ടെന്ന് നേരെയാവില്ല. കാരണം എല്ലാ മാഫിയ സംഘങ്ങളുടെ കീഴിലാണ് പോലീസ്. അതൊന്ന് മോചിപ്പിച്ചെടുക്കണം. അത് വലിയ റിസ്ക്കാണ്. ആരോഗ്യവകുപ്പ്, ഇപ്പോൾ ആരോഗ്യവകുപ്പിനെ കുറിച്ച് പറഞ്ഞാൽ വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. അതൊന്ന് മാറ്റിയെടുക്കണം ആ വകുപ്പിനെ. ചില്ലറ കാര്യമല്ല ഞാൻ പറയുന്നത്. അടുത്ത UDF അധികാരത്തിൽ വന്നാൽ ഏതാണ്ട് മാസങ്ങളോളം ശക്തമായ ഹോംവർക്ക് നടത്തി പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ.